നമ്മുടെ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ പഴയ ഡയറി ഇരുന്ന് എഴുതുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂ ഇയറിന് നമുക്കൊരു പുതിയ ഡയറി കിട്ടുമ്പം ആ ഡയറി എങ്കിലും നമ്മൾ എഴുതാൻ ശ്രമിക്കും. ഇങ്ങനെ എഴുതാത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും കാണുന്നു. കുറച്ചുപേര് കാണും, പക്ഷെ ഒരു ഭൂരിഭാഗം പേരും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു സ്ലാം ബുക്കെങ്കിലും എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു റൊട്ടീനായിട്ടൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ഡെയിലി ബേസിസിൽ ജേർണലായിട്ട് എഴുതാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗം പേര്. അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇതൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് എഴുതാന്നുള്ളതാണ് ഈ വീഡിയോ. ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു തോട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എഴുതുന്ന മാത്രമായിട്ട് കാണണ്ട. അതിപ്പം നമ്മുടെ ഒരു ബ്രെയിൻ ഡംപിങ്ങിൻ്റെ പ്രോസസ്സായിട്ട്, അതായത് നമ്മുടെ തലയ്ക്കകത്തുള്ള തോട്ട്സ് മൊത്തം നമ്മളൊരു പേപ്പറിലോട്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ആശ്വാസവും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരും. ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് ഫോക്കസ് നമ്മുടെ ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഫോക്കസ് ലെവൽസ് ക്രമാതീതമായിട്ട് കൂടുന്ന പല റിസർച്ചസും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരു സേഫ് പ്ലേസ് ആണ്. അതൊരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒത്തിരി തോട്ട്സ് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻ്റൽ പീസ് കൂടും, നമ്മൾ ലെസ് ആങ്ഷ്യസ് ആവും. ഇത് രാവിലെ രാത്രി എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. ത്രൂ ഔട്ട് ദി ഡേ എഴുതുന്നവരെയൊക്കെ എനിക്കറിയാം. ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് കുറച്ച് നാൾ. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ രാവിലെ എഴുതും, ഉച്ചയ്ക്ക് എഴുതും, വൈകുന്നേരം എഴുതും, ടൈം കിട്ടുമ്പോഴൊക്കെ എഴുതും, രാത്രി എഴുതും. അപ്പം ലിറ്ററലി ഒരു ഡേയിലെ ഒരു സിനിമ പോലെയാണ്. ഒരു ദിവസത്തെ ഫുൾ കഥ ഞാൻ എൻ്റെ ഒരു ബുക്കിൻ്റെ ഒരു 7-8 പേജിൻ്റെ അകത്ത് കാണും. അത് എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്, എനിക്ക് പേപ്പറിൽ പേനായിട്ട് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് വശം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, ലെസ് ആങ്ഷ്യസ് ആവും, പിന്നെ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ആവും എന്നൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് സയൻറ്റിഫിക് വശങ്ങൾ. നിങ്ങൾക്ക് ബേസിക്കലി ജേർണൽ ചെയ്യാൻ 3 കാര്യങ്ങൾ മതി. ഒരു ബുക്ക്, ഒരു പേന, പിന്നെ എന്ത് എഴുതണം എന്നുള്ള ഒരു ഐഡിയ. ഇപ്പോൾ ഫസ്റ്റ് പേനോട്ട് തന്നെ തുടങ്ങാം. പേനയുടെ കുറച്ച് കഥ പറയുകയാണെങ്കിൽ, എനിക്ക് ബേസിക്കലി പലതരം പേനകൾ ഇഷ്ടമാണ്. ബോൾ പെന്നാണ് ഏറ്റവും കുറച്ച് ഇഷ്ടമുള്ള സാധനം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇങ്ക് പെന്നാണ്, പക്ഷെ പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പേരറിയില്ല. ഇതിപ്പം മറ്റേ എന്താ പറയുക, യൂണിബോൾ അല്ല, യൂണിബോളിൻ്റെയും ബോൾ പെൻ്റെ ഇടയിലുള്ളൊരു സാധനം, ഡയറക്റ്റ് ഇങ്ക് റോളർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സീബ്ര ബ്രാൻഡിൻ്റെ ആണ്. പക്ഷെ ഞാനിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു സ്കെച്ചി ഫീലിങ്ങും ഉണ്ട്, ഇങ്കിൻ്റെ ഒരു എഫക്റ്റും ഉണ്ട്, അതേസമയം ബോൾ പെന്നും അല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പേന ആക്ച്വലി വാങ്ങിക്കണം. കാരണം ഞാനൊക്കെ പണ്ട് ഏറ്റവും ചീപ്പസ്റ്റ് പേനയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഞാൻ പിന്നെയും എനിക്കിഷ്ടമുള്ള, അതായത് എഴുതാൻ സുഖമുള്ള പേനകളൊക്കെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയപ്പം എനിക്ക് എഴുതാനും വലുതായിട്ടൊന്നുമില്ല. ആക്ച്വലി അങ്ങനെ അതും ജേർണൽ ചെയ്യാൻ എൻ്റെ ഒരു റീസണാണ്. കാരണം ഇപ്പം ഒന്നും തന്നെ ഞാൻ എഴുതാറില്ല, എല്ലാം ലാപ്പിലും PC-ലും ഒക്കെയാണ്. അപ്പം അത് ഒരു സംഭവമാണ്. ഇനി പേപ്പറിൻ്റെ കേസിലും നല്ല ക്വാളിറ്റി ഒരു ബുക്ക് നിങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാതെ നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് ബുക്ക് ഉപയോഗിക്കാം. ഞാനൊരു എൻ്റെ ഇരുന്നൊരു ബുക്കാണ് ഞാൻ ആക്ച്വലി എൻ്റെ ജേർണലിങ്ങിന് യൂസ് ചെയ്തത്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഇന്നൊരു ബുക്ക് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതിന് കാരണം എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ബുക്ക് ഞാൻ കണ്ടിട്ടുമില്ല. അത്യാവശ്യം കട്ടിയുള്ളൊരു ഇങ്ങനത്തെ പേനയിൽ ഞാൻ എഴുതുമ്പം മറ്റേ സൈഡിൽ ഇങ്ക് വരാത്ത രീതിയിലുള്ളൊരു ബുക്ക് ഞാൻ ബേസിക്കലി എടുത്തു, അങ്ങനെ എഴുതാൻ തുടങ്ങി. ഇത് ഇത്രയും ഞാൻ പറയാൻ കാരണം, ഇത് ലെയിമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് പെന്നും പേപ്പറും സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കറക്റ്റ് ആകുമ്പം എനിക്ക് ഒത്തിരി എഴുതാനുള്ളൊരു മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആക്ച്വലി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയില്ല ഇത് എത്ര കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇനി എഴുതാനുള്ള കോണ്ടന്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 രീതിയിലാണ് നിങ്ങൾക്ക് ജേർണലിങ്ങിൻ്റെ കണ്ടന്റ് എഴുതാൻ പറ്റുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ഒന്ന്, നിങ്ങൾക്ക് നടന്ന കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഇതാണ് സിമ്പിളായിട്ട് ജേർണൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക്. ഞാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ എൻ്റെ ജേർണലിങ്ങിൽ എപ്പോഴും ഞാൻ 2ആയിട്ട് തിരിക്കും. ഇപ്പോൾ രാവിലെ ഞാൻ എഴുതുകയാണെങ്കിൽ തലേ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ എഴുതും. എന്നിട്ട് ഇനി ഇന്നത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസം എങ്ങനെയെന്നായിരിക്കില്ല ഞാൻ ചിലപ്പോൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഇനി എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരിക്കും ഞാൻ ചിലപ്പോൾ എഴുതുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്, ഇന്ന സാധനങ്ങൾ വേണമെന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത്. അപ്പം ഇത് എൻ്റെ ഒരു മെത്തേഡാണ്. ഇത് പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അത് ഒരു മെത്തേഡാണ്. അല്ലാതെ ഈ പ്രോംപ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതായത് പ്രോംപ്റ്റ് ജേർണലിംഗ് എന്നൊക്കെ പറയും. അതായത് പ്രോംപ്റ്റ്സ് ഉണ്ടാവും, അതായത് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വാട്ട് ഡു യു ഫീൽ about your childhood? What do you feel about the first movie you have seen? Or what do you think about the last movie you have seen? അപ്പം അങ്ങനത്തെ ഒത്തിരി പ്രോംപ്റ്റ്സ് ഉള്ള ബുക്സ് ഉണ്ട്. ആക്ച്വലി എനിക്ക് എൻ്റെ ജേർണലിങ്ങിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ അയച്ചു തന്നൊരു ബുക്കാണ് ഇത്. ആക്ച്വലി ഒരു കിഡ്സ് ജേർണലിംഗ് ബുക്കാണ്.
ഫൈൻഡേഴ്സ് കീപ്പേഴ്സ് എന്നാണ് പേര്. ഗ്ലോയിങ് ലിറ്റിൽ മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. സോ എനിക്ക് ആക്ച്വലി പുള്ളിക്കാരി ഒരു നോട്ടൊക്കെ വെച്ച് അയച്ചത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതൊരു പ്രോംപ്റ്റ് ജേർണൽ പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പം ലിറ്റിൽ ലേണിംഗ്, സ്മോൾ വിൻസിനെ കുറിച്ച് എഴുതുക, ഇതിനിടയിൽ പോയംസ് ഉണ്ട്, നല്ല നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പം ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇൻസ്പിറേഷണലായിട്ട് തോന്നുന്നു, ചില അഡൽട്സിനും ഇൻസ്പിറേഷനായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ബുക്കാണ്. ഫൈൻഡേഴ്സ് കീപ്പേഴ്സ് എന്നാണ് പേര് ഇതിൻ്റെ. അപ്പം അതാണ്. സോ പ്രോംപ്റ്റ് ജേർണലിംഗ് ആണ് വേറൊരു ടൈപ്പ് ഓഫ് ജേർണലിംഗ്. അപ്പം ബേസിക്കലി ജേർണൽ ചെയ്യാൻ ഇത്രയൊക്കെ മതി നമുക്ക്. അപ്പം വലിയ ടെക്നിക്കലൊന്നും അല്ല ജേർണലിംഗ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുമുണ്ട്. ഫണ്ടമെൻ്റലി ജേർണലിംഗ് ചെയ്യുമ്പം നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം. ഇത് രണ്ടും പേരും ഇത് ചെയ്തു തുടങ്ങുമ്പം ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ജേർണലിംഗ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. നിങ്ങൾ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. കാരണം ഇറ്റ് ബി ഗുഡ് ടു നോ ആക്ച്വലി. കാരണം ഇത് ചെയ്ത് ഗുണമില്ല എന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ചെയ്ത് പകുതി വെച്ച് നിർത്തി, പല കാരണങ്ങൾ കൊണ്ടും നിർത്തും. പക്ഷേ ട്രൈ ടു പുഷ് യുവർ സെൽഫ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജേർണൽ ചെയ്തില്ല എന്ന് വെച്ച് ഒന്നും പറ്റാനൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. ഇപ്പം ബിത്തോവൻ, ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കായിരുന്നു ആക്ച്വലി. ബിത്തോവൻ, മൊസാർട്ട് പോലുള്ള ഫേമസ് ആർട്ടിസ്റ്റ് പോലും ആക്ച്വലി ജേർണൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇപ്പോഴും പല ലൈബ്രറികളിലും ഇരിപ്പുണ്ട്. ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു. Subscribe ചെയ്തിട്ടില്ലെങ്കിൽ subscribe for more such content and like this video if you are liked it. Bye.